പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരിക്കൽ കെണിയത് പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ നടിയെ ആക്രമിച്ച കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നു. പൾസർ സുനി ഒന്നാം പ്രതി. പൾസർ സുനി പോലീസുകാരോട് പറഞ്ഞിരുന്നത്, അതായത് തുടക്കത്തിൽ പോലീസുകാരോട് പറഞ്ഞത്, പൾസർ സുനിക്ക് ഈ നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ കൊടുത്തത് ഒരു മാഡമാണ് എന്നാണ്. അതിനുശേഷം പിന്നെ ദിലീപിന്റെ പേര് പറയുന്നു, ദിലീപാണ് തന്നതെന്ന് പറയുന്നു. പൾസർ സുനി ഈ മാഡമാണ് എനിക്ക് ആ കൊട്ടേഷൻ തന്നതെന്ന് ആദ്യം പറഞ്ഞത് കൊണ്ട് തന്നെ കോടതിയിൽ ചോദ്യം വന്നു. ഈ പൾസർ സുനി പറഞ്ഞ മാഡം അതെന്താണ് നിങ്ങൾ തിരക്കാത്തത് പ്രിയപ്പെട്ട പോലീസുകാരെ? അത് ആരാണ്? നിങ്ങൾ എന്താണ് ഒന്ന് തിരക്കാൻ പോലും നിങ്ങളുടെ സമയം ഇച്ചിരി മാറ്റി വെക്കാത്തത് എന്ന് പോലീസിനോട് ചോദിച്ചു. പോലീസിന് അതിന് ഉത്തരമില്ല. കുറെ ആളുകൾ ഒരു മൂലയിൽ ഇരുന്ന് പറയുന്നുണ്ട്, മഞ്ജു വാര്യർ ആയിരിക്കും ആ ഒരു നടി എന്ന്, അല്ലെങ്കിൽ ആ ഒരു കൊട്ടേഷൻ കൊടുത്ത വ്യക്തി മഞ്ജു വാര്യർ ആയിരിക്കും എന്ന് കുറെ ആളുകൾ ഒരു മൂലയിൽ ഇരുന്ന് പറയുന്നുണ്ട്. ഈ മാർട്ടിൻ രണ്ടാം പ്രതി, മാർട്ടിന്റെ ഒരു വീഡിയോ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അത് വൈറലാക്കിയ 1-2 പേരെ പോലീസുകാർ തൂക്കിക്കൊണ്ടും പോയി. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ക്ലിപ്പ് നമുക്കിവിടെ കാണിക്കാൻ മാർഗമില്ല, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. വേറൊന്നുമല്ല, ആ വീഡിയോ ക്ലിപ്പിൽ മാർട്ടിൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ നടിയെ, അതായത് ആക്രമിക്കപ്പെട്ട അതിജീവിതയെ മാർട്ടിൻ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു കൊച്ചിയിലേക്ക്. കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ നടി അവരുടെ വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറുമ്പോൾ അവരുടെ കയ്യിൽ 2 പെട്ടി ഉണ്ടായിരുന്നു. അതിൽ ഒരു പെട്ടിയിൽ പണമായിരുന്നു. ആ പണം മഞ്ജു വാര്യറുടെ മുംബൈയിലെ ഫ്ലാറ്റ് വിറ്റ പണമാണ് എന്ന് ആ നടി ആ വണ്ടിയിൽ വേറെ ഇടയ്ക്ക് വെച്ച് കയറിയ അവരുടെ 2 സുഹൃത്തുക്കളോട് പറയുന്നുണ്ടായിരുന്നു. അവരുടെ കോൺവെർസേഷനിൽ അത് ഉണ്ടായിരുന്നു എന്ന് മാർട്ടിൻ പറയുന്നുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ എന്ന് പറയുന്ന സുന്ദര കില്ലാഡിയായിട്ടുള്ള രണ്ടാം പ്രതി വേറെ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ ഇന്നലെയാണ് ഞാൻ കാണാനിടയായത്. അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദിലീപിനെ കുടുക്കാൻ നോക്കുന്ന ഈ സുന്ദരന്മാർ സത്യം പറഞ്ഞാൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ അവരെ ഓപ്പോസിറ്റ് നിർത്തിയാണ് കളിക്കുന്നത്. അതായത് ദിലീപ് അകത്ത് പെടുക, അങ്ങനെ പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നേരെ മഞ്ജു വാര്യരുടെ തലയിലേക്ക് വെക്കുക. ഈ ഒരു ഗെയിമാണെന്ന് തോന്നുന്നു ഇവര് സത്യം പറഞ്ഞാൽ കളിക്കുന്നത്. ഇത് ഗംഭീരമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞും കാണിച്ചും തരാം. ആദ്യമേ നിങ്ങളുടെ ഈ വാർത്ത ഒന്ന് കണ്ടേ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായത്തിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശത്തിലേക്കാണ്. കോടതി വിധിന്യായത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഗുരുതര വീഴ്ച വെളിവാക്കുന്ന പരാമർശങ്ങളുമുണ്ട്. പൾസർ സുനി പറഞ്ഞ ലേഡിയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല. പൾസർ സുനി പറഞ്ഞ ലേഡി ആര് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടായിരുന്നു. എന്നാൽ അത് അന്വേഷിച്ചില്ല. പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്ത് വെച്ചാണ് ദിലീപിനെ പ്രതി ചേർത്തതെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. വിധിന്യായത്തിലുള്ളതാണ്. ചോദിച്ചു കോടതി, എവിടെ മാഡം എന്തിയേ? നിങ്ങളെന്താ മാഡത്തിനെ പറ്റി, അവൻ ആദ്യമേ മൊഴിഞ്ഞത് മാഡം എന്നാണല്ലോ, എന്താ മാഡത്തിനെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും ഒരു ഇച്ചിരി സമയം മതിയല്ലോ. അതെങ്കിലും ഒരു ഇച്ചിരി സമയം, തുള്ളി സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുക. ഇല്ല, അതിനൊന്നും സമയമില്ല പോലീസുകാർക്ക്. പോലീസുകാർക്ക് ഉടനെ ദിലീപിനെ പൂട്ടണം. ഇവരൊരു കത്ത് ദിലീപിനെ അയച്ചു, അതുകൊണ്ട് ദിലീപിന്റെ പുറകെ. നാളെ ഏതെങ്കിലും ഒരു കേസിൽ അകത്ത് കിടക്കുന്ന ഒരുത്തൻ ചുമ്മാ ഒരു അഡ്രസ്സ് എടുത്തിട്ട് ആർക്കെങ്കിലും, കേരളത്തിലുള്ള ആരുടെങ്കിലും പേരിൽ ഒരു കത്ത് അങ്ങോട്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ നേരെ അയാളെ പോയി പിടിച്ച് വീണ്ടും കൊണ്ടുവന്ന് അകത്തിടുവോ? ഓക്കെ, അവന് കത്ത് എഴുതി, അതുകൊണ്ട് അവനും ഇവന്റെ കൂട്ടുപ്രതിയാണെന്ന് പറഞ്ഞ് നേരെ, വേറെ തെളിവുകളൊന്നുമില്ല, നേരെ പോയി പിടിച്ചങ്ങ് അകത്തിടുവോ 19 ദിവസം? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കോടതി പോലും ചോദിച്ചു. ആ കോടതിയാണ് ഇവിടെ പല ഫെമിനിസ്റ്റ് ചേച്ചിമാരും ചോദ്യം ചെയ്യുന്നത്. അയ്യോ, കോടതി ശരിയല്ല, കോടതി തെറ്റായിട്ടുള്ള നീതിയാണ് ഇവിടെ നടപ്പാക്കിയതെന്നും പറഞ്ഞ് കരയുന്നുണ്ട് കുറെ പേര് ഇപ്പോഴും. ബാക്കി കേൾക്ക് നിങ്ങൾ. ബിനിലുണ്ട് വിശദാംശങ്ങളുമായി. ബിനിൽ, പൾസർ സുനി എപ്പോൾ നൽകിയ മൊഴിയിലാണ് അന്വേഷണ സംഘത്തിനാണോ ഇങ്ങനെ ഒരു ലേഡി തന്ന കൊട്ടേഷനാണ് ഞാൻ ചെയ്തത് എന്നുള്ള മൊഴി നൽകിയിരുന്നത്? ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത് കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയും 8-ാം പ്രതി ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പൾസർ സുനിയുടെ ആദ്യ മൊഴിയിൽ പറയുന്ന ലേഡി ആര്, അവരെക്കുറിച്ച് പ്രോസിക്യൂഷൻ പോലീസ് ഒരു അന്വേഷണവും നടത്തിയില്ല എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം പൾസർ സുനി പറയുന്നത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നതായിരുന്നു. പിന്നീട് പൾസർ സുനി ആ മൊഴി മാറ്റി ദിലീപിന്റെ കൊട്ടേഷനായിട്ടാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറയുന്നു. പക്ഷേ ഈ സ്ത്രീ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ദിലീപാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ
ദിലീപിനെയാണല്ലോ പ്രതിയാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ഒരു മാഡം എന്ന് കേട്ടപ്പോഴത്തേക്ക് കുറെ പേര് നേരെ മഞ്ജു വാര്യറുടെ നെഞ്ചത്തോട്ട് ചാടിക്കയറി ചെന്നു. മനസ്സിലായി. അവർ ഇതുവരെയായിട്ടും അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ ഇന്നലെ ആലോചിച്ചു, മഞ്ജു വാര്യർ എന്താണ് ഒരക്ഷരം ഒന്നും മിണ്ടാത്തതെന്ന് ഞാൻ ഇന്നലെ ആലോചിച്ചു. അവരുടെ ആ ഒരു നിശബ്ദത നമുക്ക് ചെറിയൊരു സംശയം ഉണർത്തുമെങ്കിലും എവിടെയോ ദിലീപാണ് ഇവിടെ. അതുകൊണ്ട് മഞ്ജു വാര്യർ ആ ഒരു മോഡിലേക്ക് കുറെ ആളുകൾ പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. എനിക്കത് തോന്നാൻ കാരണം വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഈ വളരെ എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ മാർട്ടിൻ ആ വീഡിയോയിൽ പറയുന്ന ആ ഒരു കാര്യം അത് കംപ്ലീറ്റ്ലി കള്ളത്തരമാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പണ്ടേ അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പണ്ട് അവൻ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രീം ഡിഫറെൻ്റ് ഒരു കഥയാണ്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് ഇവിടെ ഒരു ഓർക്കേണ്ട ഒരു കാര്യം, ഈ മാഡം എന്ന് പറയുന്നു, പിന്നെ മഞ്ജു വാര്യർ ആദ്യമായിട്ട് ഇതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നൊരു വ്യക്തി മഞ്ജു വാര്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ, അവർ ഗൂഢാലോചന എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനൊരു കേസ് ഇവൻ മാഡം എന്ന് പറയുന്നു. സോ മഞ്ജു വാര്യർ ആയിരിക്കുമോ എന്നൊരു ഫോമിലേക്ക് കുറെ ആളുകൾ ചിന്തിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മഞ്ജു വാര്യർ ആണ് ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചെങ്കിൽ എവിടെങ്കിലും നിന്ന് അവർ പറയുമോ ഇതിന്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടെന്ന്? അത്രയ്ക്കും ബോധമില്ലാത്തൊരു വ്യക്തി ആയിരിക്കുമോ മഞ്ജു വാര്യർ? എനിക്ക് എന്തോ ഒരു സംശയം. മഞ്ജു വാര്യരെ ഇവിടെ ന്യായീകരിക്കാനോ ദിലീപിനെ തലവെക്കാനോ ഒന്നുമല്ല. കുറച്ച് ട്രൂത്ത് ഇതിന്റെ അകത്തുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇവരെയൊക്കെ ആർക്കോ ഇല്ലാതെ ആക്കണം. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന 2 ആൾക്കാരാണ്. ഒരാളെ കുടുക്കി കഴിഞ്ഞാൽ നേരെ മറ്റേ ആളെ നെഞ്ചത്തോട്ടേ വരത്തുള്ളൂ. ആളുകൾ തിരിയും. ഇത് മനസ്സിലാക്കി വേറൊരുത്തൻ ഇതിന്റെ പുറകിൽ പൾസർ സുനിയൊക്കെ വെച്ച് കളിക്കുന്നതാണെങ്കിലോ ഇവിടെ വേറെ 1-2 പേരുടെ പേരും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതിന് മുമ്പ് ഈ ക്ലിപ്പ് ഇത് വിശദമായിട്ട് ശ്രദ്ധിച്ച് തന്നെ നിങ്ങളൊന്ന് കേട്ടോണേ. പൾസർ സുനി അല്ല, നമ്മുടെ ഇവൻ മാർട്ടിൻ, അവൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടോണേ. സമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു. പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കിയ കെണിയത്. പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ മഞ്ജു വാര്യരും രമ്യ നമ്പീശനും ദിലീപിനെ പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയാണിതെന്നാണ് അവൻ പറയുന്നത്. അതുകൂടാതെ പറയുന്നൊരു കാര്യം കേട്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് മഞ്ജു വാര്യർക്ക് അങ്ങ് മുംബൈയിൽ, ആലോചിക്കണം, മുംബൈയിൽ ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് മാർട്ടിൻ പറയുന്നത്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിൽ ഇവൻ പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ? നമുക്കൊരു മാർഗ്ഗവും ഇല്ല, ഇല്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാമായിരുന്നു നിങ്ങൾക്ക്. അവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവൻ പറയുന്നുണ്ട്, അതായത് മുംബൈയിലെ ഫ്ലാറ്റ്, മഞ്ജുവിൻ്റെ ഫ്ലാറ്റ് വിറ്റ പണമാണ് നമ്മുടെ അതിജീവിതയുടെ ബാഗിൽ എന്നുള്ളൊരു കാര്യം അവൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിജീവിതയുടെ ബാഗിൽ ആ ഒരു പണമായിരുന്നു, അതാണ് അവർ കൈമാറിയത് എന്നിവൻ പറയുന്നുണ്ട്. ഇതിൽ 2 എണ്ണത്തിലും ഏതാണ് നമ്മൾ വിശ്വസിക്കുക? ഇതിൽ നിന്ന് ഒറ്റ കാര്യം മനസ്സിലാക്കാം, അല്ല ഒന്നാം തരം ഒരു കള്ളനാണ് മാർട്ടിൻ കുട്ടൻ. നല്ല വൃത്തിക്ക് പഠിപ്പിച്ച് വെച്ച് ഇങ്ങനെ ഇരുന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. പിടികിട്ടിയോ എന്നതാ ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അന്ന് ഇവൻ്റെ കഥ കേട്ടപ്പോൾ ഓക്കെ, ഇപ്പം പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടോ എന്ന് തന്നെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവൻ പണ്ട് പറഞ്ഞു വെച്ചത് വേറെയാ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വേറെയാ. സോ ഇത് രണ്ടും കൂടെ കാണുമ്പോൾ നമ്മൾ ഏത് വിശ്വസിക്കും? ഇവനെ നമ്പാൻ കൊള്ളത്തില്ല. ഇപ്പം ചിലപ്പോൾ നാളെ വേറെ ആരുടെയെങ്കിലും പേര് പറയും എന്നുള്ളൊരു കാര്യമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. സോ ഇവന്മാര് പ്രത്യേകിച്ച് ഈ 1-ാം പ്രതി പൾസർ സുനിയൊക്കെ മാഡം പറയുന്നു, പിന്നെ ദിലീപ് പറയുന്നു, ദിലീപിന് കത്ത് എഴുതുന്നു. നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളൊരു കാര്യം ആലോചിക്കുക. പൾസർ സുനിക്ക് അറിയാം ജയിലിനകത്തുനിന്ന് ഒരു കത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ജയിൽ അധികൃതർ നോക്കുമെന്ന്. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊരു തെളിവ് വേണം, അതിനു വേണ്ടി മാത്രം ദിലീപിന്റെ പേരിൽ ഒരു കത്തഴിച്ചു. എനിക്കതിനെ അങ്ങനെ തോന്നുള്ളൂ, എനിക്ക് അങ്ങനെ മാത്രമേ അതിനെ കാണാൻ തോന്നുള്ളൂ. ഇനി വേറൊരു വ്യക്തി നമ്മുടെ പൾസർ സുനിയുടെ കൂടെ ജയിലിലുണ്ടായിരുന്നൊരു വ്യക്തി, അവൻ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്, ഒന്ന് കേട്ടോ. ബി ആളൂര് ഈ കേസ് ഞാൻ വാദിച്ചോളാം, ഞാൻ കൈകാര്യം ചെയ്തോളാം, നടിയാക്രമണ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ അമീറുൽ ഇസ്ലാമിന്റെ അടുത്ത് പറഞ്ഞു വിട്ട് അമീറുൽ ഇസ്ലാം സുനീനെ ധരിപ്പിച്ച് അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് ഏറ്റവും അവസാനം സുനി ഈ ആളൂരിനെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആളൂർ പറയുന്നത് എനിക്ക് ഇത്ര രൂപ, എത്രയോ എനിക്കറിയില്ല, എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല, ആളൂരുടെ ജൂനിയറോ ആരോ വന്ന് ഇത്ര രൂപ അതിന് അഡ്വാൻസ് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് അതുവരെ ഈ പറഞ്ഞ സുനിയുടെ യജമാനെ തേടി സുനി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച് നിന്നില്ല.
അങ്ങനെ പലപ്പോഴും ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ വക്കീലിന് പൈസ കൊടുക്കാൻ, അതുപോലെ മറ്റെന്തോ കൂട്ടുപ്രതികൾക്ക് എന്തോ സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് വീട് ചെത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മാത്രമാണ് യജമാനെ അന്വേഷിച്ച് സുനി കത്തെഴുതിയതും ഫോൺ വിളിച്ചതും മറ്റു കാര്യങ്ങളും. അതുവരെ ഇവരെ ഈ പറഞ്ഞ ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സുനിയുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് സുനി ഒരു പൊട്ടനാണെന്നാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. സുനി ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കുകയാണെങ്കിൽ അവൻ ഏറ്റെടുക്കുന്നതിന് മുമ്പേ അറിയാമായിരിക്കുമല്ലോ എന്താണെങ്കിലും പിടിക്കപ്പെടും, മനസ്സിലായില്ലേ, അകത്ത് പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ അതിനുള്ള പൈസ കൂടെ ചേർത്ത് മേടിച്ചിട്ടല്ലേ ഇവനിങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കത്തുള്ളൂ. അത്യാവശ്യം ബോധമുള്ള, ഇവന് തീരെ അങ്ങനെ ബോധമില്ലാത്ത മന്ദബുദ്ധിയാണോ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി? എനിക്ക് അറിയാൻ പാടില്ല. അത് ഇവന്റെ കൂടെ ഉള്ളവർ തന്നെ പറയേണ്ടത്. അത്രയും വിവരമില്ലാത്ത ബോധമില്ലാത്ത ഒരുത്തരാണ് പൾസർ സുനി എന്ന്. ഉറപ്പായിട്ടും അവൻ അതിനുള്ള പൈസയും പരിപാടിയും എല്ലാം മേടിച്ചു വെച്ചിട്ടായിരിക്കും ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ഈ പറയുന്ന കാര്യം അവനവന്റെ യജമാനെ തേടിപ്പോയെന്ന്, യജമാനെ തേടിപ്പോയതാണോ, യജമാനൻ പറഞ്ഞിട്ട് ദിലീപിന്റെ അടുത്തോട്ട് ചെന്ന് ദിലീപിനെ ഇതിനകത്തോട്ട് വലിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം അവൻ ഇട്ടതാണോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഈ സംശയം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഒരു കമന്റ് ഇട്ട് ഞാൻ കണ്ടു, എടാ നീ ഒന്ന് ഉറച്ചു പറയടാ, എവിടെയെങ്കിലും ഒന്ന് കറക്റ്റ് കാര്യം മനസ്സിലാക്കിയിട്ട് പറയാം. അങ്ങനെ പറയുന്ന പ്രിയപ്പെട്ടവരോടാണ്, മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഇരുന്നിട്ട് ദിലീപ് കുറ്റക്കാരനല്ല, മഞ്ജു വാര്യറാണ് എല്ലാത്തിൻ്റെയും പുറകിൽ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നാളെ എന്നെ തൂക്കിയെടുത്ത് അകത്ത് കൊണ്ടുപോകും. അപ്പൊ ഈ പറയുന്ന നിങ്ങൾ കാണത്തില്ല, മനസ്സിലായോ? അത് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ എനിക്കറിയാം. ഓക്കെ, വാർത്താ ചാനലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരാടി ഉറച്ചു പറയും ഇതാ ഇവനാണ് ദിലീപിന്റെ കേസിൽ. ചില ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ദിലീപ് പ്രശ്നക്കാരൻ, ഒരാഴ്ച കുത്തിയിരുന്ന് ദിലീപ് അങ്ങ് അതാണ് ദിലീപാണ് എല്ലാം ചെയ്തത് എന്നുള്ള രീതി അവരിരുന്ന് പറയും. അവർക്ക് കുഴപ്പമില്ല, അവർക്ക് വന്നൊരു ലീഗൽ ടീം പുറകിലുണ്ട്. എന്തവരാതം കാണിച്ചാലും ഇതിന്റെ പുറകെ കിടന്ന് ഓടിക്കോളും. പക്ഷെ നമ്മുടെ ഒന്നും കാര്യത്തിൽ അങ്ങനല്ല. നമുക്ക് ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ഇടാനായിട്ട് ഒരു കേസിലും അങ്ങനെ നമുക്ക് പറയത്തില്ല ഇതാണ് ശരി കംപ്ലീറ്റ്ലി. കാരണം ഞാനോ നിങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും വിഷയം നേരിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് കണ്ട ഒരു വിഷയത്തിൽ നമുക്ക് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഇതാണ് സത്യം എന്ന് നമുക്ക് അങ്ങ് പറയാം. നമ്മൾ നേരിട്ട് കാണാതെ മാധ്യമങ്ങൾ വഴിയും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ നിങ്ങളെ അറിയിക്കുന്ന കാര്യവും 100% ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഞാനൊരിക്കലും അത് പറയത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പം കാണില്ല, പക്ഷെ നമുക്കത് കുഴപ്പം വരും. പിടികിട്ടി? അത് അത്യാവശ്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത്. അല്ലാത്തവർ വീണ്ടും പറയും നീ കറക്റ്റ് കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പറയടാ. അങ്ങനെ ഒരു കാര്യത്തിനും 100% കറക്റ്റ് ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും നമ്മുടെ ഈ കൂട്ടുകാരൻ നമ്മുടെ പൾസർ സുന്നിയുടെ ജയിൽമേറ്റ് പറയുന്ന ബാക്കി നമുക്ക് കേൾക്കാം. അവന്റെ കൂട്ടുപ്രതിയിൽ ഒരാൾക്ക് വീട് വരെ ജപ്തിയായി പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവൻ വല്ലാതെ ഖേദിച്ചു എന്ന് അവന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വക്കീലിന് കൊടുക്കാനായിട്ട് പൈസ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ആളിനില്ല എങ്കിൽ പിന്നെ എന്ത് കൂറാണ് ഇവർക്കുള്ളത്? ശരിയായിട്ടും അത്രേ ഉള്ളൂ. അത് പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ദിലീപ് എന്ന് പറയുന്ന ആളെ. സുനി പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സകല ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതും. ഇപ്പോൾ പരമാവധി അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്യിച്ചതെന്നുള്ള എൻ്റെ എല്ലാ തെളിവും പോലീസിന് സുനി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അങ്ങേ അറ്റ പൾസർ സുനി ക്ഷമിച്ചു എന്നാ പറയുന്നത്. ഇത്ര ക്ഷമിക്കേണ്ട കാര്യം എന്തായിരുന്നു? ആദ്യത്തെ ഒരാഴ്ച മാഡമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അവൻ ദിലീപിന്റെ പേര് പറയുക ചെയ്തത് അല്ലേ? എൻ്റെ അറിവിൽ അങ്ങനെയാ. അതുകൊണ്ട് വലിയ പുണ്യ വ്യക്തിയാണ്, നല്ല മോനാണ് എന്നൊക്കെ എൻ്റെ പൊന്ന് ജയിൽമേറ്റ് പൾസർ സുനിയെ പറ്റി നിങ്ങൾ പറയരുത്, മനസ്സിലായില്ലേ? അത് ഒരു കാരണവശാലും പറയരുത്. അവൻ ഇന്ന് ദിലീപിന്റെ പേര് പറയും, നാളെ മഞ്ജുവിന്റെ പേര് പറയും. കൂടെ ഉള്ളതേ മാർട്ടിൻ, അവൻ വേറെയാ പറഞ്ഞത്. കേട്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചാ ദിലീപിനെ പെടുത്തിയതാണ്. ഒന്നാം പ്രതി പറഞ്ഞത് വേറെ, രണ്ടാം പ്രതി പറഞ്ഞത് വേറെ. ഇവിടെ ഇതൊക്കെ മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോ എല്ലാത്തിനെയും കൂടെ പെടുത്താൻ വേണ്ടി പുറകെ ഇരുന്ന് ഏതോ വലിയ ടീം കളിച്ചൊരു കളി. എനിക്കിതിനകത്ത് അങ്ങനെയാ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ദിലീപാണോ കുറ്റക്കാരൻ? അല്ലെങ്കിൽ മഞ്ജു വാര്യറാണോ? മഞ്ജുവിൻ്റെയൊക്കെ കണ്ടല്ലോ നിങ്ങൾ. അന്ന് മാർട്ടിൻ പറഞ്ഞത് വേറെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അവൻ പറയുന്നത് വേറെ, എക്സ്ട്രീം ഡിഫറെൻറ്റ്. ഒന്ന് ഫ്ലാറ്റ് വിറ്റ കാശ് അത് ജീവിതയ്ക്ക് കൊടുത്തു, മറ്റേത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് ഈ എല്ലാത്തിൻ്റെ പുറകിൽ നിന്ന് കളിച്ചപ്പോഴത്തേക്ക് വേറെ ആരോ ഫ്ലാറ്റ് ഫ്രീ ആയിട്ട് മുള്ള ഇത് വെച്ചോ നീ ബൊമ്പയിൽ ഇരിക്കട്ടെ ഒരു ഫ്ലാറ്റ് എന്നും പറഞ്ഞു കൊടുത്തു. ഏതാ വിശ്വസിക്കണ്ടേ? രണ്ടും ആനയും കുട്ടിയും തമ്മിലല്ല, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ബാക്കി കാണാം നമുക്ക്. പേരുകൾ വല്ലതും പ്രതിപാദിക്കപ്പെട്ടോ? കാവ്യമാധവനെന്നോ ദിലീപെന്നോ അല്ല അങ്ങനെയുള്ള പേരുകൾ വല്ലതും പ്രതിപാദിക്കപ്പെട്ടോ? അതെങ്കിലും കേട്ടിരുന്നു. അതായത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു സുനിയുടെ അടുത്ത്,
ഈ ദിലീപും നാദൃശയും അപ്പുണ്ണിനെ കുറിച്ച് എനിക്കറിയില്ല. അവൻ ഫോണിൽ വിളിച്ച സമയത്ത് ചില പേരുകൾ അപ്പുണ്ണി അപ്പു എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം അപ്പുണ്ണി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷേ ഫോണിൽ ചില വാക്കുകളൊക്കെ കേട്ടിട്ടാണ് ഈ അപ്പു. അപ്പോൾ ഈ നാദൃശയും ദിലീപും കൂട്ടുകെട്ടാണെന്നുള്ള കാര്യം നേരത്തെ പോലെ നമുക്ക് സിനിമയിലെ മേഖലയിൽ കാണുമ്പോഴൊക്കെ അറിയാം. അപ്പോൾ ഈ ദിലീപ് നാദൃശയും ഒക്കെയാണ് ഇതിന്റെ പുറകിലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് നാളെ നിന്നെ തള്ളിക്കളഞ്ഞാൽ, ചിലപ്പോൾ തള്ളിക്കളയാലോ, നിന്നെ കൈവിട്ടാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് അങ്ങനെ എന്നെ കൈവിടാൻ അവർക്കാവില്ല, കാരണം ഇത് മാത്രമല്ല ഇതുപോലെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. ഞാനിത് അന്ന് 5 വർഷം മുമ്പ് പറഞ്ഞ അതേ വേർഡ് ഞാൻ ഇപ്പോഴും പറയുന്നത്, കാരണം അന്ന് കേട്ടത് അങ്ങനെയാണ്. ഇതല്ലാതെ ധാരാളം കാര്യങ്ങൾ പൾസർ സുനിക്ക് ഇവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ഗണ്ണായിട്ട് ഇരിപ്പുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ. അവൻ ഗണ്ണായിട്ട് ഉപയോഗിക്കോ അല്ലാതിരിക്കോ ഇതൊന്നും എന്റെ വിഷയങ്ങളല്ല. ചിലപ്പോൾ ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. പല വിവരങ്ങളും അറിയായിരിക്കും. അത് സുനി മൗനം പാലിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്നൊരിക്കൽ വിളിച്ചപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. മറ്റുള്ള ആളുകൾ, അതായത് അവൻ പറഞ്ഞാൽ ഇപ്പോൾ പൊതുസമൂഹം വിശ്വസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ബാലേന്ദ്രകുമാറിനെ പോലെ പല ആളുകളും രംഗത്തേക്ക് വരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്ന് സ്വയം പറയുമ്പോൾ സുനി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ള കാര്യം പൊതുസമൂഹം അറിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് സുനി ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇയാളൊക്കെ പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പൾസർ സുനിയെ പറയുന്നത്, എന്നെ അവരങ്ങനെ കൈയൊന്നും വിടത്തില്ല, എന്നെ ദിലീപും നാദൃശം ഒന്നും കൈവിടത്തില്ല, കാരണം വേറെ പല കാര്യങ്ങൾ എനിക്കറിയാം എന്നൊക്കെയാണ് പൾസർ സുനി പറഞ്ഞതെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അല്ല, അങ്ങനെ വേറെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാമെങ്കിൽ അതൊക്കെ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് അങ്ങ് പറയായിരുന്നല്ലോ പൾസർ സുനിക്ക്. പലതും അങ്ങ് അടിക്കായിരുന്നല്ലോ. തെളിവുകൾ വേണം അതിന്. ചുമ്മാ നിന്ന് കഥ അടിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, തെളിവുകൾ വെച്ച് കൊടുക്കായിരുന്നല്ലോ പണി. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പൾസർ സുനിയെ കൊണ്ട് ദിലീപ് നാദൃശയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരാത്ത? വിത്ത് പ്രൂഫ്. കഥകളാവും പലതും പറയും, വിത്ത് തെളിവുകൾ എന്തേ പുറത്തു വരാത്തത്? ഒന്നുമില്ല. മനസ്സിലായില്ലേ? കഥകൾ മാത്രമാണ്. ദിലീപിൻ്റെ ഇത്രയും വർഷം ആ മനുഷ്യൻ്റെ ഇല്ലാതെയാക്കി. അയാൾ നിരപരാധിയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വർഷമാണ് അയാൾ ജയിലിൽ കിടന്ന? 19 ദിവസം. അത് വിടും. അത് കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലം പുള്ളിയുടെ കുടുംബം അനുഭവിച്ചത്. പുള്ളി ഒരു നിരപരാധി ആണെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. പുറകിലിരുന്ന് കളിക്കുന്നത് എത്ര വലിയ ടീമാണെങ്കിൽ പൾസർ സുനിക്ക് അറിയത്തുള്ളൂ. അവൻ്റെ ഉള്ളിലേ ഉള്ളൂ. അവനെ കൊണ്ട് ഇത് ആരാ ചെയ്യിപ്പിച്ചതെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ. വേറെ നമുക്ക് ആർക്കും ഊഹാപോഹങ്ങൾ പറയാം ഈ പല കഥകൾ കേൾക്കുമ്പോൾ. മനസ്സിലായില്ലേ? ഇതുപോലെ പെട്ടുപോയ വേറൊരാളെ പറ്റി ഞാൻ പറയട്ടെ. ഈ ഊഹാപോഹങ്ങൾ, ഒരുപാട് കഥകൾ അന്ന് ആ ഒരു സമയത്ത്, ഈ കേസ് നടന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കറങ്ങി നടന്ന് പെട്ടുപോയ ഒരു വ്യക്തിയുണ്ട്, റിമി ടോമി. ഈ അതിജീവിതയായിട്ട് നല്ല കമ്പനിയാണ്. കാവ്യ ദിലീപും ഒക്കെ ആയിട്ട് മുട്ടൻ കമ്പനിയുള്ള ഒരു വ്യക്തിയാണ് റിമി ടോമി. റിമി ടോമി ചെറുതൊന്നും അല്ല അനുഭവിച്ചത്. ഇപ്പൊ കുറെ ആയിട്ട് നമ്മളെങ്ങും കാണുന്നില്ല ദിലീപ്, കാവ്യ അല്ലെങ്കിൽ അതിജീവിത ഇവരുമായിട്ടുള്ളൊരു കണക്ഷൻ ഈ റിമി ടോമിക്ക് ഇപ്പോൾ ഉള്ളത്. പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്റ്റേജ് ഷോസ്, പല പരിപാടികൾ, അവരുടെ സിനിമകളിൽ പാട്ട്, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് റിമി ടോമി ഭയങ്കര എപ്പോഴും ഒരു കണക്റ്റഡ് ആയിരുന്നു ഇവരൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പൊ കുറെ ആയിട്ട് ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ പോലും എങ്ങും കാണാനില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടായിരിക്കും? റിമി ടോമി പണ്ട് പറഞ്ഞ കുറച്ച് കഥകളുണ്ട്, നമുക്ക് അതും കൂടെ ഇനി കേൾക്കാം. അത് കേൾക്കണം നിങ്ങൾ. അല്ല, ഞാനിപ്പോ ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനോരമ പേപ്പറിനെയും ചാനലിനെയൊക്കെ അത്രയധികം വിശ്വസിക്കുന്നു. പക്ഷെ ഇത് ഇങ്ങനെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കിവിടെ സത്യത്തിൽ സങ്കടം വന്നുപോയി. കാരണം ഒരു സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഞാനിപ്പോ ഇത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ നേരെ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ് ഇത് അന്വേഷിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചപ്പോൾ, സാറേ എന്താ ഇങ്ങനെ ഇതെന്ന് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് ചോദിച്ചോ, റീമിയെ പറ്റി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്റെ അടുത്ത് ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിലും ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട് ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാവരും എന്റെ സുഹൃത്തുക്കളുമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര നിങ്ങളോടൊക്കെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ദൈവത്തെ വിളിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ വളരെ ഒരു പൈസ പോലും ഞാൻ അന്ന് ഈ ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ പോലും എന്റെ പേരിൽ ഞാൻ മറ്റേ വിദേശത്തുനിന്ന് പണം കടത്തി ഹവാല കേസ്, അങ്ങനെ ഒരു കേസ് പോലും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ന്യൂസ് ഒന്നും ഞങ്ങളല്ല കൊടുക്കുന്നത്, പക്ഷെ റീമിയുടെ പേര്, റീമിക്ക് ഇത്ര ശത്രുക്കളുണ്ടോ, റീമി എന്താ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത്, ഞങ്ങളല്ല കൊടുക്കുന്നത്, റീമി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ പോലും ഞാൻ ഇത്രയും നാളായിട്ട് അടച്ചിട്ടില്ല.
ഓക്കെ, നമ്മളെല്ലാവരും നികുതി അടയ്ക്കാൻ ചിലപ്പോൾ മറന്നുപോകും, മറന്നല്ല ചിലപ്പോൾ ചെയ്യാണ്ടാവും. നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ മാത്രം കുറച്ച് നികുതി അടയ്ക്കേണ്ടതായിട്ട് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് അന്ന് ആ സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്തു, അല്ല ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, ആ കേസും ഇപ്പൊ ആദായ നികുതി വകുപ്പ് അന്ന് ഒരേ സമയത്താണ് ചോദ്യം ചെയ്തത്. ആ ന്യൂസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. എനിക്ക് ഭയങ്കര വിഷമം. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഈ ദിലീപ്, കാവ്യ മാധവൻ ഇവരൊക്കെ അറിഞ്ഞിട്ടാണ് ഇതിനിപ്പോൾ ചെയ്തതെങ്കിൽ ഓക്കെ, അവരെന്തായാലും അത്ര വലിയ മണ്ടന്മാരാണോ? റിമി ടോമിയെ പോലുള്ള ഒരാളെ പിടിച്ചിടക്കി നിർത്താൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ? ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടില്ലേ, റിമിയുടെ വായിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാ, ഇൻകം ടാക്സ് ചിലപ്പോൾ നമ്മൾ അടയ്ക്കാൻ മറന്നു പോകും. അല്ലല്ല, ചിലപ്പോൾ നമ്മൾ അടയ്ക്കത്തില്ല. ഇത് മാത്രമൊന്നുമല്ല, അവർ പണ്ട് ഒരു വാർത്താ ചാനലിനോട് സംസാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പലതവണ അതിജീവിതയുടെ പേര് പോലും അവരുടെ വായിൽ നിന്ന് വീഴുന്നുണ്ട്. സോ അത്രയും കുട്ടിത്തം ഇന്നും അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഈ റിമി ടോമി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ എന്തിന് ഇതേപോലുള്ളൊരു കേസിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നു? അന്ന് തന്നെ പല കഥകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നത് കേട്ടല്ലോ, അവരെ അന്ന് പോലീസുകാരെ വിളിച്ച് മാന്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് പോലീസുകാരനെ ചോദിച്ചു, റിമി എന്താ ഇങ്ങനെയുള്ള കഥകളൊക്കെ പരക്കുന്നത്, നിങ്ങളോട് ആർക്കാ വൈരാഗ്യം? കാരണം ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. അവരിത് കൂടാതെ അവർ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ കള്ളം പറയുന്നതെന്ന് എനിക്ക് ഫീലേ ചെയ്യുന്നില്ല കേട്ടോ, അവരുടെ പണ്ടത്തെ വീഡിയോകൾ നോക്കുമ്പോൾ. കാരണം വളരെ ഓപ്പണായിട്ട് ഇന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവർ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ദിലീപുമായിട്ടും കാവ്യ മാധവനുമായിട്ടും അല്ലെങ്കിൽ അതിജീവിതമായിട്ട് ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്തൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്നവർ ഓപ്പണായിട്ടൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ബാക്കിയൊന്ന് കേൾക്കൂ. ബന്ധപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്താണ് റിമിയിൽ നിന്ന് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഷോയില്? നിങ്ങളായിട്ട് എന്താ കാവ്യ, സോറി ആ പേര് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അല്ല, വന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ആ ഷോയിൽ വന്ന ആർട്ടിസ്റ്റുകളെ പറ്റി ചോദിച്ചു. അതിനുശേഷം ഈ ഷോയുടെ കാര്യം ചോദിച്ചു. ഇവരുമായിട്ടൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ള. അതിപ്പോ ഞാൻ അവരോട് പറഞ്ഞു, അവർ പറഞ്ഞു, എന്നോട് പ്രത്യേകം അവർ പറഞ്ഞില്ല റിമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, റിമിക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം. പിന്നെ സാമ്പത്തിക ഇടപാടിന്റെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു 5 പൈസ നിങ്ങളെ ഞാൻ ദൈവത്തെ മുൻനിർത്തി പറയാം, അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാന്ന് തന്നെ പറയാം. അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ആരെങ്കിലും, എന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ അച്ഛന്റെയോ അനിയത്തിന്റെയോ അനിയന്റെയോ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാരുടെയോ കൂട്ടുകാരുടെയോ അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കഷ്ടം തോന്നുന്നു. റിമി, എന്തായാലും ഇത് പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ്. ഒരുപക്ഷെ അനധികൃതമായ ചില ഇടപാടുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ദിലീപുമായോ അല്ലെങ്കിൽ കാവ്യയുമായോ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് പങ്കാളിത്തമോ സാമ്പത്തിക ഇടപാടോ ഉണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലേ, അവർക്ക് വേറെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ കാണും. എന്റെ അടുത്ത് അവരൊരു ബിസിനസ് പങ്കാളിത്തമായിട്ട് ഒരു ബിസിനസ്സിൽ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നുമില്ല. അതല്ലേ, എന്തെങ്കിലും ഒരു ചെറിയ സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലമോ പോട്ടെ, ഒരു 5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അതായത് റിമി പറയാണ് ഇവരുമായി യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ല, യാതൊരു വിധ. അതായത് എനിക്ക് 101% ഉറപ്പ് പറയാം. നിങ്ങൾ വേണേ എന്നെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്ക്. പക്ഷെ അതേ മുൻപേ ഇങ്ങനെ പറയുമ്പോ അത് എന്താ നിങ്ങൾ അന്വേഷിക്കാണ്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കുന്നത്? അല്ല, ഇവിടെ ഇപ്പോ ഒന്നുമില്ല. അവർ തമ്മിൽ യാതൊരു, അതായത് കാവ്യ മാധവനും ദിലീപും ഈ റിമി ടോമിയായിട്ട് യാതൊരു വിധത്തിലുള്ള പണം ഇടപാടുകളും ഇല്ല. അവർ തമ്മിൽ ബിസിനസ്സോ ഒന്നും പാർട്ണർഷിപ്പോ ഒന്നും ഇല്ല എന്ന് റിമി പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അല്ല ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ, ഈ ഒരു നടിയെ ആക്രമിച്ച് ഈ ഒരു സംഭവം ആ ഒരു സമയത്തിനും വർഷങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് അവരെന്തെങ്കിലും ബിസിനസ്സിലൊക്കെ പാർട്ണർഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിനാണ് ഇത്ര വലിയ പ്രശ്നമാക്കി എടുത്ത് റിമി ടോമി എന്ന വ്യക്തിയെ കല്ലെറിയാൻ ശ്രമിക്കുന്നത്? അന്നേ അല്ല, അതിന്റെ പേരുള്ള ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, നമ്മൾ ബിസിനസ് ഉണ്ട്, നേരത്തോട്ട് നമ്മൾ ബിസിനസ് ഉണ്ട്, പിടികിട്ടിയോ? എനിക്ക് മനസ്സിലായ ഒരു കാര്യം വേറൊന്നുമല്ല. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, വേണ്ട ഞാൻ എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഇനിയും കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ അന്വേഷണം അന്ന് നടന്നപ്പോഴത്തേക്ക് അനാവശ്യമായിട്ടുള്ള ട്രാക്കിലൂടെയായിരുന്നു ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? ദിലീപിന് ആരൊക്കെയായിട്ട് ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ട്, എവിടെയൊക്കെ പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഈ പണമൊക്കെ ഇത്രയും അന്വേഷിച്ച് ഓക്കെ പൊക്കോട്ടെ, പോകുന്ന പോലീസ് അന്ന് എന്തുകൊണ്ട് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം ആരാണ് തനിക്ക് കൊട്ടേഷൻ തന്നത് എന്ന് പൾസർ സുനിയോട് ചോദിക്കുമ്പോൾ പൾസർ സുനി ഒരു മാഡമാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട് ആ മാഡം, അത് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമെങ്കിലും അതിനുവേണ്ടി ഒന്ന് ചെലവഴിച്ച് അതാരാണ് എന്ന് അന്വേഷിക്കാൻ എന്തുകൊണ്ട് പോലീസ് അന്ന് മുന്നിട്ടിറങ്ങിയില്ല? അത്രേ ഉള്ളൂ ചോദ്യം. ബാക്കി എല്ലാത്തിനും ഓടിയല്ലോ. റിമി ടോമിയുടെ ബിസിനസ് ഉണ്ടോ,
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരിപാടിയുണ്ടോ, നീ എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ചോദിച്ചു പോകുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് അന്വേഷിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അല്ലെങ്കിൽ ആരാണ് അന്വേഷണത്തെ പിന്നിൽ നിന്ന് വലിച്ചു നിർത്തിയത്? ഏതെങ്കിലും വമ്പൻ ടീം ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ മാർട്ടിൻ, നമ്പണ്ട, രണ്ടാം പ്രതിയുടെ വായിൽ നിന്ന് നല്ല മറ്റേ മോഹമൊക്കെ കണ്ടില്ലേ, പഞ്ചഭാവത്തെ പോലെ വന്നിരുന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞതും വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ചതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവും ഇല്ല. സോ ഇതിനകത്ത് ചെറിയൊരു ഗൂഢാലോചനയൊന്നും അല്ല, വലിയൊരു ഗൂഢാലോചനയുണ്ട്. പക്ഷെ ഈ വലിയ ഗൂഢാലോചന ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഇത് മറ്റേ കയറ് പിണയുന്നതൊക്കെ പിണഞ്ഞു പോയി. ഇടയ്ക്ക് ഒരുത്തം പറയുന്നതല്ല മറ്റോൻ പറയുന്നതല്ല, ഗൂഢാലോചനയൊക്കെ വൺ സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ ഇവന്മാരോട് പോലീസ് ചോദിച്ചപ്പോഴോ മീഡിയക്കാർ ചോദിക്കുമ്പോഴൊക്കെ ഇവന്മാരിൽ നിന്ന് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ മൊത്തം പാളിപ്പോയി. ഇപ്പൊ ചക്ക കുഴയുന്നതൊക്കെ കുഴഞ്ഞു കിടക്കുക. എനിക്കതാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പൊ പറ്റിയത്. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് എല്ലാം മറന്നുപോയി. അന്ന് പറഞ്ഞു വെച്ചേക്കുന്നതൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞൊക്കെ ഇവന്മാർ വിട്ടുപോയി. അന്നൊരു ചാട്ടത്തിന്റെ പുറത്ത് ചാടി നേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചു. ഇന്ന് വന്നിട്ട് നേരെ പ്ലേറ്റ് അങ്ങോട്ട് മറിച്ചു. ചെറിയ ചെറിയ കാര്യത്തിലാണ്, ചെറിയ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ഫ്ലാറ്റ് കൊടുത്തെന്ന് പറയുന്നതും ഫ്ലാറ്റ് വിറ്റ് കാശ് ഇങ്ങോട്ട് കട്ടിയെന്ന് പറയുന്നതും തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ വ്യത്യാസമുണ്ട്. സോ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഉമ്മറ വായിൽ നിന്ന് വീഴുന്നത്. അതിജീവിത എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും നീതി കിട്ടൂടെ? ഇവന്മാരെ കൊണ്ട് ഈ പരിപാടി ചെയ്യിപ്പിച്ചത് ആരാണെങ്കിലും, ഇത്രയും കോലാഹലങ്ങൾ ഇവിടെ ഒപ്പിച്ച ദിലീപ് നിരപരാധിയാണെങ്കിൽ പുള്ളിയെ ഇതിനകത്ത് പെടുത്തിയ മഞ്ജു വാര്യരെ, ഈ റിമി ടോമി എനിക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇവരുമായിട്ടൊന്നും ഇപ്പം കണക്റ്റഡ് അല്ലാന്ന് തോന്നുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വൻ തലവൻ, അവനെ എന്തെങ്കിലും പിടിക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഒരാഗ്രഹമുണ്ട്, അങ്ങനെ ഒരുത്തരുണ്ടെങ്കിൽ അവനെ പിടിച്ച് സമൂഹത്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കണമെന്ന്. മനസ്സിലായില്ലേ? ഈ അതിജീവിത ഇപ്പോൾ ഹൈക്കോർട്ടിലോട്ടോ സുപ്രീം കോടതിയിലോട്ടോ ഒക്കെ പോകുന്നു, നല്ല കാര്യം, അപ്പീലിന് പോട്ടെ. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ശരിക്കുള്ള പ്രതി രക്ഷപ്പെടരുത്. ശരിക്കുള്ള പ്രതിയെ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കാൻ പറ്റണം. എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. ഞാൻ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായം, ഞാൻ കണ്ട വീഡിയോ ക്ലിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.